രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ്. മൂന്നാം ബലാത്സംഗ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അതീവ രഹസ്യമായി പോലീസ് അറസ്റ്റ് ചെയ്തു. അത് വളരെ നല്ല കാര്യം. അതീവ രഹസ്യമായി തന്നെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി അയാളെ റിമാൻഡ് ചെയ്യിച്ചു. റിമാൻഡ് റിപ്പോർട്ടിൽ കടുത്ത ഭാഷയിൽ പോലീസ് എഴുതിയ കുറിപ്പുകളൊക്കെ നമ്മൾ വായിച്ചു കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും ആ പരാതി കൊടുത്ത യുവതി രഹസ്യ മൊഴി നൽകാൻ എത്തിയിട്ടില്ല. അവർ 1-2 ദിവസത്തിനകം കേരളത്തിലെത്തി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മൊഴി കൊടുക്കും എന്ന് പറഞ്ഞിരുന്നു. അവർ ജനുവരി 5-ാം തീയതി പരാതി കൊടുത്തു എന്ന് പറയുന്നു. അതിനുശേഷം പരാതിയിൽ നടപടി ഇല്ലാതെ വന്നപ്പോൾ ഒരു പോലീസ് ഓഫീസർ, വനിതാ ഓഫീസറെ വിളിച്ചിട്ട് ഒന്നും ആകില്ലേ, നടപടിയാകില്ലേ എന്ന് ചോദിച്ചുവെന്നും അക്കാര്യം മുഖ്യമന്ത്രി അറിഞ്ഞിട്ട് വളരെ വേഗം നടപടി എടുക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു എന്നൊക്കെയാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. അങ്ങനെ മാത്രമേ നമുക്ക് ആ വാർത്തയെ സമീപിക്കാനും കഴിയുകയുള്ളൂ. അങ്ങനെ ആ യുവതി ഓൺലൈനായി പരാതി നൽകി വീഡിയോ കോൺഫറൻസിലൂടെ അന്വേഷണ സംഘത്തോട്, പ്രത്യേകിച്ച് പ്രത്യേക അന്വേഷണ സംഘത്തോട് കാര്യങ്ങൾ വിശദീകരിച്ചു. അതിനെ തുടർന്നായിരുന്നു അറസ്റ്റ്. ഒരു ബലാത്സംഗ പരാതി ലഭിച്ചു കഴിഞ്ഞാൽ അതിജീവിതയുടെ, ആരാണോ പീഡനത്തിന് ഇരയായത്, അവരുടെ മൊഴി ഏറ്റവും നിർണായകമാണ്. കോടതിയിൽ മജിസ്ട്രേറ്റിന് മുന്നിൽ പോയി രഹസ്യമൊഴി കൊടുക്കുന്നതാണ് പതിവ് രീതി. അവരുടെ വൈദ്യപരിശോധന മറ്റൊരു രീതിയുണ്ട്. അവരുടെ മെഡിക്കൽ റെക്കോർഡ്സും അതുപോലെ തന്നെ ഡിജിറ്റൽ തെളിവുകൾ, സാഹചര്യ തെളിവുകൾ, ഇതൊക്കെ മനസ്സിലാക്കുന്നതിന് അവരുടെ നേരിട്ടുള്ള സാന്നിധ്യം അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ TP സെൻകുമാർ സൂചിപ്പിച്ചതുപോലെ, IPS ഓഫീസറായിരുന്ന മുൻ DGP ആയിരുന്ന TP സെൻകുമാർ സൂചിപ്പിച്ചതുപോലെ ഈ കേസ് ബലക്കണമെന്നില്ല എന്ന ഒരു വാദം ഉയർന്നു വരുന്നു. ഞാൻ കേസിന്റെ മെരിറ്റ് മാത്രമാണ്, മറ്റ് പൊളിറ്റിക്കൽ ഇഷ്യൂസിലേക്ക് കടക്കുകയാണെങ്കിൽ അതൊരു ശുദ്ധ ഭോക്തൃതരമാണെന്ന് എല്ലാവർക്കും അറിയാം. ഏത് കേസ് സംഭവം രാഹുൽ മാങ്കൂട്ടത്തിൽ കാണിച്ചത്. ഈ കേസിന്റെ മെരിറ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും മൂന്നാമത്തെ പരാതിക്കാരി ഇതുവരെ രംഗത്ത് എത്തിയിട്ടില്ല. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അടുത്തെത്തുകയോ അവർക്ക് മൊഴി നൽകുകയോ ചെയ്തിട്ടില്ല. ഇത് കോടതിയിൽ കേസ് വരുമ്പോൾ കേസിനെ പ്രതികൂലമായി ബാധിക്കും. FIR രജിസ്റ്റർ ചെയ്ത് ഒരാൾ അറസ്റ്റ് ചെയ്തു, അയാളെ തെളിവെടുപ്പിന് കൊണ്ടുപോയി. ആ തെളിവെടുപ്പ് നടക്കുന്നു. മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസിന് കിട്ടിയ ഇൻഫർമേഷൻ പ്രോസിക്യൂഷൻ പറഞ്ഞു. അങ്ങനെ കസ്റ്റഡി അപേക്ഷ കൊടുക്കുന്നു, പിന്നെ കസ്റ്റഡിയിലാകുന്നു, അത് റിമാൻഡ് നീട്ടുന്നു. ഇതൊക്കെ നടപടിക്രമങ്ങൾ തുടർന്നു പോകും. പക്ഷേ ഈ കേസ് കോടതിയിൽ വരുമ്പോൾ എന്തുകൊണ്ട് അതിജീവിത ഇത്രമാത്രം വൈകി? 3 ദിവസം കൊണ്ട് വരുമെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തുകൊണ്ട് വരാതിരുന്നു? പിന്നെ വീണ്ടും വീഡിയോ കോൺഫറൻസിലൂടെ രഹസ്യമൊഴി നൽകാമെന്ന് പറയുന്ന സാഹചര്യം എന്താണ്? ഇപ്പോ ഹൈക്കോടതിയിലേക്ക് പോവുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. കാരണം ഇന്ത്യൻ എംബസി മുഖാന്തരമോ അല്ലെങ്കിൽ വീഡിയോ കോൺഫറൻസിലൂടെയോ യുവതിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള അനുമതി ചോദിച്ചാണ് കോടതിയെ പോലീസ് സമീപിക്കുന്നത്. ഇങ്ങനെ ഒക്കെയുള്ള പോലീസിന്റെ ചുവടുവയ്പ്പുകൾ, അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കേസിനെ അനലൈസ് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ചുവടുവയ്പ്പുകൾ ഇഴകീറി പരിശോധിച്ചിട്ടാകും പ്രതിഭാഗം വക്കീല് വാദിക്കാൻ വരുന്നത്. ആദ്യത്തെ 2 ബലാത്സംഗ കേസുകളിലും ജാമ്യം ലഭിച്ച സാഹചര്യവും പശ്ചാത്തലവും നിലനിൽക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കാര്യത്തിൽ. ആദ്യത്തെ 2 ബലാത്സംഗ കേസുകളിലും ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക വേഴ്ചയാണ് നടന്നിട്ടുള്ളതെന്ന ഒരു തെളിവ് അല്ലെങ്കിൽ ഒരു ബോധ്യം കോടതിക്ക് വന്നതുകൊണ്ടാണ് ആ കേസുകളിൽ വലിയ ഒച്ചപ്പാടുകളുടെ ജാമ്യം ലഭിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സഹായിച്ചത്. ഈ കേസിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് തെളിവെടുപ്പിന് തിരുവല്ലയിലെ ക്ലബ് 7 ഹോട്ടലിൽ കൊണ്ടുപോയപ്പോൾ ഈ കേസിലും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു, ഇവിടെ യുവതിയുണ്ട്, യുവതിയെ കാണാൻ വന്നു, യുവതിയെ കണ്ടു, പരസ്പര സമ്മതപ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു, ഇതാണ് പറയുന്നത്. പക്ഷെ യുവതി കൊടുത്ത പരാതിയിൽ, ഓൺലൈൻ പരാതിയിൽ പറയുന്നത് ആദ്യ കാഴ്ചയിൽ തന്നെ റേപ്പ് ചെയ്തു, പിന്നെ കരണക്കുറ്റിക്ക് അടിച്ചു, അതായത് കവിളിൽ അടിച്ചു, പിന്നെ ദേഹത്ത് തുപ്പി, ശരീരത്തിൽ പല ഭാഗത്തും മുറിവുകൾ ഉണ്ടാക്കി, പിന്നെ വിവാഹ വാഗ്ദാനം ചെയ്തു, ഒരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ വിവാഹം കഴിക്കാൻ എളുപ്പമാണ് എന്ന് രാഹുൽ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. ഇങ്ങനെയൊക്കെയാണ് പരാതി പോകുന്നത്. ആ അവസരത്തിലാണ് ഈ ശ്രീനദേവി കുഞ്ഞമ്മ, നമ്മുടെ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, അധ്യക്ഷ, അവര് പറഞ്ഞ ഒരു വാദം എടുത്ത് പ്രതിഭാഗം പ്രോസിക്യൂഷനും കോടതിയിൽ നിരത്താനുള്ള സാധ്യതയുണ്ട്. ഒന്ന്, ഈ ആദ്യ കാഴ്ചയിൽ തന്നെ ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്ന് യുവതി പറയുന്നു. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും നിരവധി തവണ 2 കേസുകളിൽ ജാമ്യമെടുത്ത് നിൽക്കുന്ന ഘട്ടത്തിൽ പോലും രാഹുൽ മാങ്കൂട്ടവും ഈ യുവതിയും തമ്മിൽ സംഭാഷണം നടത്തിയിട്ടുണ്ട്. പലതരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. സാമ്പത്തിക ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. ഫ്ലാറ്റ് വാങ്ങിക്കൊടുക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു യുവതി പറയുമ്പോൾ, ഇങ്ങനെ ആദ്യ കാഴ്ചയിൽ ബലാത്സംഗവും പിന്നീട് തുടർന്ന്
വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള സഹായങ്ങളും സൗഹൃദവും തുടരുകയാണെങ്കിൽ ആദ്യത്തെ ലൈംഗിക വീഴ്ച എന്ന് പറയുന്നത് ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക വീഴ്ചയായി ആയിരിക്കാം അല്ലെങ്കിൽ ആണ് എന്ന് കോടതിക്ക് തോന്നിയേക്കാം. ഇത് പ്രതിഭാഗം ആയുധമാക്കും. അതുകൊണ്ടാണ് ശ്രീനജ കുഞ്ഞമ്മയൊക്കെ ഇങ്ങനെ പറയുന്നത് വീഡിയോയിലൊക്കെ. അപ്പോ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കേസ് പരിശോധിക്കുകയാണെങ്കിൽ മൂന്നാം ബലാത്സംഗ പരാതിയിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരുപക്ഷെങ്കിൽ ഊരിപ്പോകും. അത് പരാതിക്കാരിയുടെ സ്റ്റെബിലിറ്റിയാണ് പ്രശ്നമായി തീരുന്നത്. പരാതിക്കാരിക്ക് ഒരു സ്റ്റെബിലിറ്റി ഉണ്ടെന്ന് ഈ എങ്ങും തന്നെ തോന്നിയിട്ടില്ല. പരാതി കൊടുത്തു, പരാതി ഉന്നയിച്ചു, വീഡിയോ കോൺഫറൻസിലൂടെ പോലീസുകാരോട് പരാതി പറഞ്ഞു, വിഷയങ്ങൾ ധരിപ്പിച്ചു. പക്ഷേ ആ സ്റ്റെബിലിറ്റി വരണമെങ്കിൽ, അതായത് കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ അവർ മുന്നിൽ നിൽക്കണമെങ്കിൽ അവർ ചെയ്യേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ആ കാര്യങ്ങളിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. പോലീസ് ഇപ്പോഴും ഹൈക്കോടതിയെ സമീപിച്ച് അനുമതി വാങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഈ കാലതാമസമൊക്കെ കേസിന്റെ വിചാരണ ഘട്ടത്തിൽ ഈ അതിജീവിതയ്ക്ക് തിരിച്ചടിയാകാനുള്ള എല്ലാ സാധ്യതയും ഇതിനകത്ത് ഉണ്ട്.